പഞ്ചദശി 12-ാം അധ്യായം ബ്രഹ്മാനന്ദത്തിൽ ആത്മാനന്ദ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ബ്രഹ്മാനന്ദത്തെ തന്നെ യോഗാനന്ദമെന്നും ആത്മാനന്ദമെന്നും മുഖ്യാനന്ദമെന്നും ഒക്കെ പേർ പറഞ്ഞു വിളിച്ചത് നാം നേരത്തെ കണ്ടുവല്ലോ. അതിൽ യോഗാഭ്യാസ ഫലമായി യോഗികൾ നേടുന്ന ബ്രഹ്മാനുഭവത്തെ നാം യോഗാനന്ദമെന്ന പേരിൽ 3 അധ്യായത്തിൽ വിവരിച്ചു. ബ്രഹ്മാനന്ദത്തെ ആത്മാനന്ദമെന്ന പേർ ചൊല്ലി വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ 12-ാം പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നത്. മടയനും ആത്മാനന്ദവും. വാസനാനന്ദത്തിനും പൂർണ്ണ ബ്രഹ്മാനന്ദത്തിനും ഇടയ്ക്ക് യോഗി യോഗസാധന വഴി ബുദ്ധിഗ്രാഹ്യമായ നിജാനന്ദം അനുഭവിക്കുന്നു. നിജാനന്ദവും ബ്രഹ്മാനന്ദം തന്നെയെങ്കിലും പൂർണ്ണ അനുഭൂതിയിലെത്തുന്നതുവരെയുള്ള ഘട്ടങ്ങളെ നമുക്ക് ചില പ്രത്യേക പേരുകൾ പറഞ്ഞ് വേർതിരിച്ച് അറിയാൻ നോക്കാം. അങ്ങനെ യോഗിയുടെ യോഗാനന്ദം നിജാനന്ദമായി നമുക്ക് പരിഗണിക്കാം. പക്ഷേ യോഗാഭ്യാസവും സാധനാനുഷ്ഠാനങ്ങളും ഒരു മടയന് അസാധ്യങ്ങളെന്നു തന്നെ കരുതണം. അപ്പോൾ ഒരു മടയനെ ഈ ബ്രഹ്മാനന്ദത്തിലേക്ക് അടുപ്പിക്കാൻ എന്താണ് വഴി? ഈ ചോദ്യത്തിനൊക്കെ എന്തുത്തരം നൽകാനാണ്? പരമസത്യദർശനം കൊണ്ടുണ്ടാകുന്ന ആനന്ദം എല്ലാ മടയന്മാർക്കും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ വഴിയൊന്നുമില്ല. സംസാര സ്വഭാവം അങ്ങനെയുള്ളതാണ്. ആത്മാവിനെ അറിയാൻ തീരെ അശക്തരായിട്ടുള്ളവർ കർമ്മഗതി അനുസരിച്ച് ധർമ്മ അധർമ്മങ്ങളിൽ പെട്ട് ജനിച്ചും മരിച്ചും കഴിയണം. ഇതാണ് നിയമം. ആവർത്തിച്ച് ദേഹലക്ഷണങ്ങളിൽ അവർ മാറി മാറി ചരിക്കണം. ഗ്രഹണശക്തിയില്ലാത്ത അത്തരക്കാർക്ക് നമ്മുടെ ദാക്ഷിണ്യം കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക? ഇനി ലോകത്ത് എങ്ങനെയും ഉപകാരം ചെയ്യണമെന്ന കാരുണ്യ അതിരേകം നിമിത്തം ഒരാൾക്ക് ദാക്ഷിണ്യ ബുദ്ധി കലശലായി നിലനിൽക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഏത് മൂഢനെയാണോ അയാൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് അവനെക്കുറിച്ച് ആദ്യമായി ഒരു അന്വേഷണം നടത്തണം. ഗ്രഹണശക്തി കുറവാണെങ്കിൽ പോലും ആ മൂഢൻ അറിയാൻ ആഗ്രഹമുള്ളവനാണോ അതോ തീർത്തും ആത്മജ്ഞാന പരാങ്മുഖനാണോ? തികച്ചും ആത്മജ്ഞാന വിമുഖനാണെന്നു കണ്ടാൽ ആളിനെ അറിഞ്ഞ് ഉചിതമായ ഏതെങ്കിലും ഉപാസനാമാർഗം നിർദ്ദേശിച്ചു കൊടുക്കേണ്ടതാണ്. അതിനും ഇഷ്ടമില്ലാത്തവനാണെങ്കിൽ ലോകോപകാരപ്രദമായ ഏതെങ്കിലും പ്രവൃത്തി ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കണം. ഇനി മന്ദപ്രജ്ഞനാണെങ്കിലും ജിജ്ഞാസുവാണെന്നു കണ്ടാൽ ആത്മാനന്ദം വിവരിച്ചു കൊടുത്ത് അവനെ ഉണർത്തിവിടണം. ആത്മാനന്ദോ ഉപദേശപ്രകാരം. ബൃഹദാരണ്യക ഉപനിഷത്തിൽ യാജ്ഞവൽക്യൻ തൻ്റെ ഭാര്യയായ മൈത്രേയിയെ ആത്മാനന്ദം വിവരിച്ചു കൊടുത്താണ് പ്രബുദ്ധയാക്കി തീർക്കുന്നത്. ലോകത്ത് എല്ലാവർക്കും എല്ലാം പ്രിയമായിരിക്കുന്നത് ആത്മപ്രിയം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. ഭർത്താവിൻ്റെ സുഖത്തിനു വേണ്ടിയല്ല ഭാര്യയ്ക്ക് ഭർത്താവ് പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. ആത്മസുഖത്തിനു വേണ്ടിയാണ് ഭാര്യയ്ക്ക് ഭർത്താവ് പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. ഭർത്താവിന് ഭാര്യ പ്രിയയായിരിക്കുന്നതിൻ്റെ രഹസ്യവും ഇതുതന്നെ. ഭർത്താവും ഭാര്യയും പുത്രനും വിത്തവും പശുവും ബ്രാഹ്മണ ക്ഷത്രിയന്മാരും ലോകങ്ങളും വേദങ്ങളും ദേവന്മാരും എന്ന് വേണ്ട സർവവും ഭോക്താവിന് തന്നോടുള്ള പ്രിയം കൊണ്ട് മാത്രം പ്രിയപ്പെട്ടവയായി കരുതപ്പെടുന്ന വസ്തുക്കളാണ്. തനിക്ക് സുഖം തരാവുന്ന പരിതസ്ഥിതിയിലാണ് ഭർത്താവ് എന്നു കണ്ട് അയാളിൽ ഇച്ഛ വർദ്ധിക്കുന്നതോടുകൂടിയാണ് ഭാര്യ കൂടുതൽ പ്രീതി കാണിക്കുന്നത്. നേരെ മറിച്ച് വിശപ്പുകൊണ്ടോ കൃത്യാന്തര ബഹുലത കൊണ്ടോ രോഗം കൊണ്ടോ പതി പീഡിതനാണെന്നു വന്നാൽ സ്വസ്ഥാവസ്ഥയിലെന്ന പോലെ ഭാര്യ ഭർത്താവിനെ ഇച്ഛിക്കുകയോ പ്രീതി കാണിക്കുകയോ ചെയ്യാറില്ല. ഉപചാരങ്ങൾ അപ്പോഴും ചെയ്യുന്നുണ്ടാവും.
പക്ഷെ പ്രീതി പ്രകടനം കുറഞ്ഞിരിക്കുന്നുവെന്ന് നിശ്ചയം. ഉപചാരങ്ങൾ തന്നെയും സ്വസുഖാനുകൂലമായ പരിതസ്ഥിതിയിൽ പതിയെ കൊണ്ടെത്തിക്കാനുള്ള തിടുക്കം കൊണ്ടാണെന്ന് അറിയേണ്ടതാണ്. ഉപചാരങ്ങൾ തന്നെയും സ്വസുഖാനുകൂലമായ പരിതസ്ഥിതിയിൽ പതിയെ കൊണ്ടെത്തിക്കാനുള്ള തിടുക്കം കൊണ്ടാണെന്ന് അറിയേണ്ടതാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് സ്വാർത്ഥത്തെ മുൻനിർത്തിയാണ്, അല്ലാതെ പരാർത്ഥം പ്രധാനമാക്കിയല്ല. ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടുന്നതിൻ്റെയും കഥ ഇതുതന്നെയാണ്. ഇവിടെയൊക്കെ പരസ്പര പ്രീതി നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തികച്ചും സ്വാർത്ഥനിഷ്ഠമാണെന്ന് പറയാൻ ഒക്കുമോ എന്ന് സംശയം വരാം. പരസ്പര പ്രീതി ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. എങ്കിലും ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് സ്വേച്ഛയെ മുൻനിർത്തിയാണെന്നുള്ളത് ഓർക്കേണ്ടതാണ്. ആത്മപ്രീതിക്ക് വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്ന സത്യം അറിവില്ലാത്ത പലരും നിഷേധിച്ചുവെന്നു വരാം. മാത്രമല്ല, തങ്ങളൊക്കെ പരനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്ന് സ്വയം അഹങ്കരിച്ചുവെന്നും വരാം. സത്യം ആലോചിച്ചാൽ ജീവൻ ബലി അർപ്പിച്ച് ലോക നന്മ നടത്തുന്നവരായി കാണപ്പെടുന്നവർ പോലും ആത്മപ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ജീവിത മഹാരഹസ്യം. അത് ചെയ്തേ അവർക്ക് ആത്മശാന്തിയുള്ളൂ. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. ഇതാണ് സത്യം. ആത്മഹത്യ ചെയ്യുന്നവൻ്റെ പോലും കഥ ഇതാണ്. ആത്മപ്രീതിയെ പ്രസ്പഷ്ടമാക്കുന്ന ഒരു ചെറിയ ദൃഷ്ടാന്തം കാണിക്കാം. മുഖത്ത് മൂർച്ചയുള്ള രോമങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു പിതാവ് തൻ്റെ ഓമനയായ മകനെ ചുംബിക്കുന്നു എന്ന് കരുതുക. അച്ഛൻ്റെ മുഖരോമങ്ങൾ കുഞ്ഞിൻ്റെ മൃദുമുഖത്ത് തറച്ച് വേദനിച്ച് കുഞ്ഞ് നിലവിളിക്കുകയാണ്. എന്നിട്ടും അച്ഛൻ കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ഉമ്മ വയ്ക്കുന്നത്? കുഞ്ഞിനോടാണ് യഥാർത്ഥ പ്രീതിയെങ്കിൽ അച്ഛൻ ഉമ്മ വയ്ക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇവിടെ ആത്മപ്രീതിക്ക് വേണ്ടിയാണ് പിതാവ് പുത്രനെ ചുംബിക്കുന്നതെന്ന് സ്പഷ്ടം. എല്ലാ ചുംബനങ്ങളുടെയും രഹസ്യം ഇതുതന്നെ. പക്ഷേ മറ്റു ഘട്ടങ്ങളിൽ ഈ സ്വാർത്ഥം സമ്മതിക്കാൻ പലരും കൂട്ടാക്കിയില്ലെന്ന് വരാം. ഇനിയും ചേതനജീവികളുടെ പരസ്പര സ്നേഹത്തിലാണ് അല്പമെങ്കിലും സംശയത്തിനു പോലും ഇടയുള്ളത്. മനുഷ്യൻ പക്ഷിമൃഗാദികളെയോ മറ്റു ചേതന വസ്തുക്കളെയോ ഇഷ്ടപ്പെടുന്നിടത്ത് അത് ആത്മപ്രീതിക്ക് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ സംശയത്തിന് പോലും ഇടമില്ല. സുവർണധനാദികൾ ഇച്ഛയോ പ്രീതിയോ ഇല്ലെന്ന് നമുക്കറിയാമല്ലോ. സുവർണധനാദികൾക്ക് ഇച്ഛയോ പ്രീതിയോ ഇല്ലെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള സുവർണധനാദികൾ ഒരാൾ പ്രയത്നിച്ചുണ്ടാക്കുകയും ക്ലേശിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് സ്വപ്രീതിക്ക് വേണ്ടിയാണെന്ന് തീർച്ചയാണല്ലോ. അല്ലാതെ സുവർണധനാദികളുടെ പ്രീതിക്ക് വേണ്ടിയാണെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. കഴുതകളും കാളകളും ഭാരം വലിക്കുന്നത് അവ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയാൻ വയ്യല്ലോ. അപ്പോൾ അവയെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് കച്ചവടക്കാരൻ്റെ ആത്മപ്രീതിക്ക് വേണ്ടിയാണെന്ന് സംശയമെന്നേ തെളിയുന്നു. കഴുതയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് അതിനെക്കൊണ്ട് ഭാരം വലിപ്പിക്കുന്നതെന്ന് കരുതാൻ വയ്യ. എന്തിനേറെ വെറും ശബ്ദനിഷ്ഠങ്ങളും അജ്ഞാനജന്യങ്ങളുമായ ഒട്ടേറെ അധ്യാരോപങ്ങളിൽപ്പെട്ട മനുഷ്യൻ ഉഴലുന്നതും ഈ ആത്മപ്രീതിക്കു വേണ്ടി മാത്രമാണെന്ന് ചിന്തിച്ചാൽ അറിയാം. ഒരാൾ താൻ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കുന്നു. ഈ അഭിമാനം ബ്രാഹ്മണജാതിയുടെ പ്രീതിക്കു വേണ്ടിയാണോ? എനിക്ക് ബ്രാഹ്മണ്യമുണ്ട്, ഞാൻ പൂജ്യനാണ്, പൂജ കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഈ ഭാവനകളൊക്കെ ആത്മതുഷ്ടിക്കു വേണ്ടി മാത്രം അംഗീകരിക്കപ്പെടുന്നവയാണ്. യാതൊരു വസ്തുസത്തയുമില്ലാത്ത ജാതി ഭാവനകൾ ജാതിയുടെ പ്രീതിക്കു വേണ്ടിയാണെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ലല്ലോ. ഞാൻ ക്ഷത്രിയനാണ്, ഭരണാധികാരിയാണ് എന്നും മറ്റുമുള്ള എല്ലാ ജാതി കൽപ്പനകളും ഇതേ വിധമാണെന്ന് അറിയേണ്ടതാണ്. എനിക്ക് സ്വർഗലോകവും ബ്രഹ്മലോകവും ഒക്കെ കിട്ടണം എന്നിങ്ങനെയുള്ള ലോകഭാവനകളും ലോകങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയല്ല, അവനവൻ്റെ പ്രീതിക്കു വേണ്ടി തന്നെയാണ്. ദേവാർച്ചനകളും ഗുരുപൂജയുമെല്ലാം ഈ വിധമാണെന്ന് ഓർക്കേണ്ടതാണ്. വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ ഭജിക്കുന്നത് ആ ദേവന്മാർക്ക് എന്തോ ഉപകാരം ചെയ്യുകയാണെന്ന് ചിലരുടെ ഭാവം.
അതുപോലെ ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിക്കുന്നത് ഗുരുവിനോടുള്ള ആദരവ് കാണിച്ച് അദ്ദേഹത്തിന് സന്തോഷമുണ്ടാക്കാനാണെന്നും ചിലർ കരുതുന്നു. ശിഷ്യൻ്റെ പ്രണാമം കൊണ്ട് അഹങ്കരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാർ കണ്ടേക്കാം. എന്നാൽ ഇവയുടെയൊക്കെ മുഖ്യ ലക്ഷ്യം ആത്മപ്രീതിയാണെന്നുള്ളത് തർക്കമറ്റ വസ്തുതയത്രേ. ദേവന്മാരെ ഭജിക്കുന്നത് ദേവന്മാരുടെ പാപം കുറയ്ക്കാനല്ല, അവനവൻ്റെ പാപം കുറയ്ക്കാനാണ്. ഗുരുവിനെ പ്രണമിക്കുന്നത് സ്വന്തം അഹന്തയെ മയപ്പെടുത്തി ആത്മപ്രീതി നേടാനാണ്, അല്ലാതെ ഗുരുവിന് പുതുതായി ഒന്നും ഉണ്ടാക്കി കൊടുക്കാനല്ല. ആത്മനിഷ്ഠനായ ഗുരു വിശേഷിച്ചും ആരിൽ നിന്നും ഒന്നും ആവശ്യപ്പെടുന്നില്ല. വേദങ്ങൾ പഠിക്കുന്നത് വേദങ്ങൾക്ക് വേണ്ടിയല്ല, അധ്യേതാവിന് ബ്രാഹ്മണത്വം ലഭ്യമാകാൻ വേണ്ടിയാണ്. സകല ജീവികളും പഞ്ചഭൂതങ്ങളെ സമാശ്രയിക്കുന്നത് അവനവൻ്റെ നിലനിൽപ്പിനും സന്തോഷത്തിനും വേണ്ടിയാണ്. മനുഷ്യൻ താമസിക്കാൻ സ്ഥലത്തിനു വേണ്ടി ഭൂമിയെ ആശ്രയിക്കുന്നു. ദാഹം ശമിപ്പാൻ ജലം തേടുന്നു. പാചകത്തിനായി അഗ്നിയെ ശരണം പ്രാപിക്കുന്നു. നനവു പോകാൻ കാറ്റിനോടടുക്കുന്നു. നിന്നു തിരിയാൻ ഇടത്തിനു വേണ്ടി ആകാശത്തെയും സമാശ്രയിക്കുന്നു. ഇതിലൊക്കെ സ്വന്തം നിലനിൽപ്പും സന്തുഷ്ടിയുമാണ് പ്രധാന പ്രശ്നം. ഈ ലോകത്ത് സ്വാമി, ഭൃത്യൻ എന്ന് തുടങ്ങുന്ന എല്ലാ ബന്ധങ്ങളും ഇങ്ങനെ അവനവൻ ഉപകരിക്കാൻ വേണ്ടി നിലനിർത്തി പോരുന്നവയാണ്. ഇത്രയേറെ ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചത് ലോകത്തിലെ സകല കർമ്മചലനങ്ങളും ആത്മപ്രീതിയെ ലക്ഷ്യമാക്കിയുള്ളവയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ രീതിയിൽ ഒരു ആത്മാന്വേഷകൻ സകല പ്രവൃത്തികളെയും വിശകലനം ചെയ്ത് ബുദ്ധിവികാസം നേടേണ്ടതാണ്. ഭോക്താവുണ്ടെങ്കിലല്ലേ ഭോഗ്യമായ ലോകമുള്ളൂ. അപ്പോൾ ഭോഗ്യം മുഴുവൻ ഭോക്താവിൻ്റെ മാത്രം പ്രീതിക്കു വേണ്ടിയാണെന്ന് കാണാൻ എന്താണ് വിഷമം? പ്രീതിസ്വരൂപം. ഇനി എന്താണ് ഈ ആത്മപ്രീതി? സാധാരണ പ്രീതി പലതരത്തിൽ കാണപ്പെടുന്നുണ്ട്. അനുരാഗം, ശ്രദ്ധ, ഭക്തി, ഇച്ഛ. ഇങ്ങനെ പ്രീതി വിവിധ രൂപത്തിലാണ്. സ്ത്രീകളോടാണെങ്കിൽ പ്രീതി അനുരാഗ രൂപത്തിലാണ്. യാഗാദി കർമ്മങ്ങളിൽ ശ്രദ്ധാരൂപത്തിലാണ് പ്രീതി. ഈശ്വരനോട് ഭക്തിരൂപത്തിൽ, ഇച്ഛാരൂപത്തിൽ അപ്രാപ്ത വസ്തുക്കളോട് പ്രീതി കാണുന്നുണ്ട്. മുൻ പറഞ്ഞ വിവിധ പ്രീതികളിൽ ഒന്നുള്ളിടത്ത് മറ്റൊന്ന് ഉണ്ടായിരിക്കുന്നുമില്ല. അനുരാഗമുള്ളിടത്ത് ശ്രദ്ധാഭക്തികൾ കാണുകയില്ല. ശ്രദ്ധാഭക്തികൾ ഉള്ളിടത്ത് അനുരാഗം കാണുകയില്ല. ശ്രദ്ധയുടെ ഉത്കട രൂപമാണ് ഭക്തി. അതുകൊണ്ട് തന്നെ ശ്രദ്ധയുടെയും ഭക്തിയുടെയും വിഷയങ്ങളും ഭിന്നങ്ങളാണെന്ന് കാണാം. ഇങ്ങനെ പ്രീതി പല മട്ടിലുള്ളപ്പോൾ ആത്മപ്രീതി എന്ന് പറഞ്ഞത് ഏതു വിധമുള്ളതാണ്? പറയാം. ആത്മപ്രീതി മേൽ വിവരിച്ച വിധത്തിലൊന്നുമുള്ളവയല്ല. ചിത്തത്തെ ശാന്തമായ സത്വഗുണമണ്ഡലത്തിലെത്തിച്ച് സദാസുഖാനുവർത്തിയാക്കി നിർത്താനുള്ള വെമ്പലാണ് ആത്മപ്രീതി. എല്ലാവരുടെയും എപ്പോഴുമുള്ള പ്രയത്നം ചിത്തത്തെ ഈ മണ്ഡലത്തിൽ നിർത്താനാണ്. ഈ ആത്മപ്രീതി വെറും ഒരിച്ഛയാണെന്ന് പറയുക വയ്യ. കിട്ടാത്ത ഒരു വസ്തു കിട്ടണമെന്നാഗ്രഹിക്കുന്നതാണ് ഇച്ഛ. വസ്തു കിട്ടിയാൽ ഇച്ഛ നശിക്കുന്നു. വസ്തു നഷ്ടപ്പെട്ടാൽ ഇച്ഛ വീണ്ടും ഉണ്ടാകുന്നു. സുഖാനുവർത്തിനിയായ സാത്വിക വൃത്തി ചിത്തത്തിൽ സദാ നിലനിൽക്കുന്നതാണ്. ഒരു പ്രത്യേക വസ്തുവിനെയോ പരിതസ്ഥിതിയെയോ മാത്രം ആശ്രയിച്ചുണ്ടാകുന്നതോ നഷ്ടപ്പെടുന്നതോ അല്ല ഈ ആത്മപ്രീതി. ഭോക്താവിൻ്റെ സ്വരൂപം തന്നെയായ ആത്മാവ് കിട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാവുന്ന പദാർത്ഥമല്ലല്ലോ. ഇങ്ങനെ നിത്യമായ ആത്മാവിൻ്റെ ആനന്ദാത്മകമായ സ്വരൂപം പ്രകാശിപ്പിക്കുന്നതാണ് ചിത്തത്തിൻ്റെ സത്വവൃത്തി. ഇതുതന്നെയാണ് ആത്മപ്രീതി എന്നറിയപ്പെടുന്നത്. സകല ജീവജാലങ്ങളും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആത്മപ്രീതിയെ ലാക്കാക്കിയാണ്. ഇവിടെ ചിലർക്ക് വേറൊരു സംശയം വരാം. ആത്മാവിനെ കിട്ടിയാൽ സുഖം കിട്ടുമെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ സുഖം നേടിത്തരുന്ന സാധനമായതുകൊണ്ട് ആത്മാവിൽ ഇച്ഛാരൂപത്തിലുള്ള പ്രീതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൂടെ? സുഖം നേടിത്തരുന്ന സാധനോപാധികളാണല്ലോ അന്നപാനാദികൾ. അതുകൊണ്ട് അവയിൽ നാം പ്രീതി നിലനിർത്തുന്നില്ലേ? അതുപോലെ ആത്മാവിലും പ്രീതി നിലനിർത്തുന്നു എന്ന് പറയരുതോ? ഇത്
ഒരു വലിയ തെറ്റിദ്ധാരണയുടെ ഫലമായുണ്ടായ ചോദ്യമാണ്. അന്നപാനാദികൾ ആത്മാവിന് സുഖസാധനകളാണ്. ആത്മാവിനെയും അങ്ങനെ സുഖസാധനമാക്കിയാൽ ആർക്കായിരിക്കും അത് സുഖത്തെ ഉണ്ടാക്കി കൊടുക്കുന്നത്? ആത്മാവിനെയും അങ്ങനെ സുഖസാധനമാക്കിയാൽ ആർക്കായിരിക്കും അത് സുഖത്തെ ഉണ്ടാക്കി കൊടുക്കുന്നത്? സുഖാന്വേഷണത്തിൽ ആത്മാവിൻ്റെ വെറും ഒരു ഉപകരണവും ജഡസ്വരൂപവുമായ ബുദ്ധിക്ക് ആത്മാവ് സുഖമുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. എന്നാൽ ആത്മാവ് ആത്മാവിനെ തന്നെ സുഖിപ്പിക്കുന്നുവെന്ന് പറയരുതോ? ഇതെങ്ങനെ സാധിക്കും? ഒരേ വസ്തുവിനെ തന്നെ സ്വയം ഒരേ സമയത്ത് കർത്താവും കർമ്മവുമാക്കി പ്രവർത്തിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ സത്വവൃത്തിയിൽ ഉളവാകുന്ന ആത്മസുഖം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല, സ്വരൂപം അനാവൃതമാകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് അറിയേണ്ടതാണ്. അതല്ലാതെ അന്നപാനാദികളെപ്പോലെ ആത്മാവ് ആത്മാവിൽ അനുകൂലമായി തീരുകയും മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാവുന്നവയല്ല. ഇതുകൊണ്ട് തന്നെ എല്ലാ ലോകബന്ധങ്ങളും പ്രയത്നങ്ങളും ആത്മസ്വരൂപത്തെ അനാവൃതമാക്കി തീർക്കാനുള്ള കൃത്രിമ ഉപായങ്ങളാണെന്ന് അറിയേണ്ടതാണ്. ആത്മാവ് അനാവൃതമാകുന്ന സ്ഥിതി തന്നെയാണ് ആത്മപ്രീതി. ആത്മസുഖം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല, സ്വരൂപം അനാവൃതമാകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് അറിയേണ്ടതാണ്. അതല്ലാതെ അന്നപാനാദികളെപ്പോലെ ആത്മാവിന് അനുകൂലമായി തീരുകയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാവുന്നവയല്ല. ഇതുകൊണ്ട് തന്നെ എല്ലാ ലോകബന്ധങ്ങളും പ്രയത്നങ്ങളും ആത്മസ്വരൂപത്തെ അനാവൃതമാക്കി തീർക്കാനുള്ള കൃത്രിമ ഉപായങ്ങളാണെന്ന് അറിയേണ്ടതാണ്. ആത്മാവ് അനാവൃതമാകുന്ന സ്ഥിതി തന്നെയാണ് ആത്മപ്രീതി. ആത്മപ്രീതിയും വിഷയപ്രീതിയും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.